ഹായ് ഡിയേഴ്സ്, അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ആദ്യത്തെ നെസ്റ്റ് എക്സാം നടക്കാൻ പോവുകയാണ് നാളെ, അതായത് സെപ്റ്റംബർ 13 ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 3:30 വരെയാണ് നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇത് OMR ബേസ്ഡ് എക്സാമാണ്. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരു OMR ഷീറ്റൊക്കെ കയ്യിൽ കിട്ടി അതിൽ ബബിളൊക്കെ ചെയ്ത് എക്സാം എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് OMR ഷീറ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ OMR ഷീറ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് കാണാം, ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ആദ്യം നമ്മൾ റോൾ നമ്പർ ആണ്. റോൾ നമ്പർ എവിടെ ഉണ്ടാവുക? നമ്മുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവുക അല്ലേ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുള്ള നിങ്ങളുടെ റോൾ നമ്പർ എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 0 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ അത് എഴുതി കൊടുക്കാം. 1 2 3 4 5 6 7 8 9 0. ഇത് നമ്മുടെ ഡ്യൂട്ടി, ഇത് ബബിൾ ചെയ്യലാണ്. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നോക്കാം, ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മളിവിടെ 1ന് നേരെ ബബിൾ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ 2ന് നേരെ ബബിൾ ചെയ്യുന്നു, 3ക്ക് നേരെ ബബിൾ ചെയ്യുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരൊറ്റ റോയിൽ തന്നെയല്ല ബബിൾ ചെയ്യേണ്ടത്, നമ്മൾ ഓരോന്നും ഓരോ റോയിലായിട്ടാണ് ബബിൾ ചെയ്യേണ്ടത്. 4നെ അടുത്ത റോയിൽ ബബിൾ ചെയ്യുന്നു, 5നെ അടുത്ത റോയിൽ ബബിൾ ചെയ്യുന്നു. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബബിൾ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ തന്നെയായിട്ട് നിങ്ങളുടെ ഏത് കോഡ് A ആണോ B ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. സോ കോഡ് A ആണെങ്കിൽ നിങ്ങൾക്ക് A ഇത് അവിടെ ബബിൾ ചെയ്ത് കൊടുക്കാം, B ആണെങ്കിൽ B ബബിൾ ചെയ്യുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ B ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഞാനിവിടെ Bക്കുള്ളിലായിട്ട് ബബിൾ ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് നമ്മുടെ സ്ട്രീം ചൂസ് ചെയ്യണം. അതായത് നിങ്ങളെ നീറ്റ് എക്സാം ആണോ JEE ആണോ എഴുതേണ്ടത്. അപ്പം നീറ്റ് ആണെങ്കിൽ നീറ്റിന് നേരെ ബബിൾ ചെയ്യുക, JEE ആണെങ്കിൽ JEEക്ക് നേരെ ബബിൾ ചെയ്യാം. സോ ഞാൻ ഇവിടെ നീറ്റ് ആണെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് നീറ്റിന് നേരെ ബബിൾ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ അല്ലേ. ഇനി അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് ഈ കാണുന്ന ബോക്സിനുള്ളിൽ നിങ്ങളുടെ സൈൻ അവിടെ ഇട്ട് കൊടുക്കുക. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നെയിം ഓഫ് ദി കാൻഡിഡേറ്റിൻ്റെ നിങ്ങളുടെ പേര് എഴുതി കൊടുക്കുക. അപ്പം എൻ്റെ പേര് മിഥുല ആണ്. സോ ഞാൻ എൻ്റെ ഫുൾ നെയിം ഇവിടെ എഴുതി കൊടുക്കുന്നു, മിഥുല സെബാസ്റ്റ്യൻ. ഇനി അടുത്തതായിട്ട് ഫാദേഴ്സ് നെയിം ഉണ്ട്, അച്ഛൻ്റെ പേര് എഴുതി കൊടുക്കുക, സെബാസ്റ്റ്യൻ. അതിന് നേരെ താഴെയായിട്ട് മദേഴ്സ് നെയിം ഉണ്ട്, നിങ്ങളുടെ അമ്മയുടെ പേര് എഴുതി കൊടുക്കുക, അമ്മയുടെ പേര് മിസ് ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി അതിനോട് ചേർന്ന് തന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ ഡേറ്റ്, മന്ത്, ഇയർ ഈ ഒരു പാറ്റേണിലാണ് അത് എഴുതേണ്ടത് കേട്ടോ. അത് ആ ബ്ലോക്സിനുള്ളിൽ കറക്റ്റ് നമ്പേഴ്സ് നിങ്ങൾ എഴുതി കൊടുക്കുക. അപ്പോൾ നാളത്തെ ഡേറ്റ് 13 അല്ലേ. സോ ആദ്യത്തെ ബ്ലോക്കിൽ 1, പിന്നെ 3. ഇനി മന്ത് എന്ന് പറയുന്നത് സെപ്റ്റംബർ ആണ്. സോ 9th മന്ത് ആണ്. അപ്പോൾ 0 9. ഇനി നമ്മുടെ ഇയർ ഏതാ? 2025. അപ്പോൾ 2025 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് OMR ഷീറ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആൻസർ എങ്ങനെയാണ് ബബിൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ഓരോ ക്വസ്റ്റിനും ഓരോ ഓപ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ബബിൾ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഒന്നിലധികം ഓപ്ഷൻസ് ബബിൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ ഇൻവാലിഡ് ആയിട്ട് മാറും കേട്ടോ. പിന്നെ ബബിൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം, ഇതേപോലെ ഇൻഡു മാർക്ക് ഇടാൻ പാടില്ല, ഇങ്ങനെ ടിക്ക് ഇടാനൊന്നും പാടില്ല കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നു രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ 3 ആണ്. അപ്പം എന്താ ചെയ്യുന്നത്, ആ 3യിൽ മാത്രം ബബിൾ ചെയ്ത് കൊടുക്കുക. ബബിൾ ചെയ്യുമ്പോൾ ആ ബബിൾ ആ റൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം, പുറത്തേക്കൊന്നും പോയിട്ട് വലിച്ചു വാരി ബബിൾ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ടിക്കോ ഇൻഡു മാർക്കോ ഒന്നും പാടില്ല, കൃത്യമായിട്ട് ബബിൾ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഒന്നിലധികം ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഈവൻ ദോ നിങ്ങൾ റൈറ്റ് ഓപ്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ആ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. ഇനി പലർക്കും പറ്റുന്നൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ, ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നറിയോ, ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ ഇങ്ങനെ ടിക്കറ്റ് ആൻസറൊക്കെ കണ്ടുപിടിക്കും. എന്നിട്ട് ലാസ്റ്റ് സമയം തീരാറാകുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ബബിൾ ചെയ്യാൻ നോക്കും. അങ്ങനെ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ സമയം കുറവാണെങ്കിൽ നമുക്ക് ടെൻഷൻ ആവും. കറക്റ്റായിട്ട് ചിലപ്പോൾ ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും. ഒരെണ്ണം തെറ്റിയാൽ മതി, പിന്നെ കംപ്ലീറ്റ് ആൻസേഴ്സ് മാറിപ്പോവും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു 10 ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുക, ആ 10 ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ബബിൾ ചെയ്യുക, പിന്നെ അടുത്ത 10. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ടൈമും സേവ് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് ഓപ്ഷൻസ് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ്. ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് തന്നെ പലർക്കും പല രീതിയിലുള്ള ഡൗട്ട്സും ടെൻഷൻസും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ കുറച്ചൊരു കോൺസെൻട്രേഷനും കുറച്ചൊരു ശ്രദ്ധ ഉണ്ടായാൽ മതി,
കറക്റ്റായിട്ട് നമുക്ക് ഉത്തരങ്ങൾ ചെയ്യാനും കറക്റ്റായിട്ട് OMR ഷീറ്റ് ഫില്ല് ചെയ്യാനും സാധിക്കും. അപ്പോൾ മക്കളെ ഒരു കാര്യം കൂടെ മിസ് പറയട്ടെ, മറക്കണ്ട, 2 മണിക്കാണ് എക്സാം. 2:05 അവിടെ എത്തിയിട്ട് കാര്യമില്ല. ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ എക്സാം ഹാളിൽ എത്തുക. എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റും എന്തെങ്കിലും ഒരു ID പ്രൂഫും, പ്രിഫറബിളി നിങ്ങളുടെ ആധാർ കാർഡ് കയ്യിൽ വെക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ സ്പോട്ട് രജിസ്ട്രേഷൻ അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള എക്സാം സെൻറ്ററിൽ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ പോലും ആ ഒരു എക്സാം സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ സ്പോട്ടായിട്ട് രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ നെക്സ്റ്റ് എക്സാമിൻ്റെ ചാനലിൽ തന്നെ എല്ലാ ടോപ്പിക്സിൻ്റെയും വീഡിയോസ് അവൈലബിൾ ആണ്. സോ ഇനിയുള്ള സമയം നിങ്ങൾ അതൊക്കെ കാണുക, ഒന്നും കൂടെ റിവൈസ് ചെയ്യുക, എന്നിട്ട് നാളത്തെ എക്സാം അടിപൊളിയായിട്ട് എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.